UDF-ന് ഭൂരിപക്ഷമുള്ള കൊല്ലം അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായി. LDF അംഗം S. ആനന്ദിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് മകനോട് പറഞ്ഞിരിക്കുന്നതെന്ന് ആനന്ദിന്റെ പിതാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം പ്രസിഡന്റ് ആവാൻ പറ്റിയാൽ 5 വർഷം കഴിഞ്ഞ് വരപ്പോഴത്തേക്ക് ഏത് പാർട്ടി പോയി നിന്നാലും ജയിക്കത്തക്ക രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ജനകീയനായി ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ഏറ്റവും കടപ്പെട്ടിരിക്കണം. അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുൻഗണന കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മകനോട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മകനോട് പറയുന്നതാണ്, നീ ജനകീയനായി നിൽക്കണം, ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിതാവ്. നോക്കാം, രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, എന്താണ്, ഗുഡ് മോർണിംഗ് രാജ്കുമാർ, എന്താണ് അലൈമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം ഇങ്ങനെ രൂപപ്പെടാൻ കാരണം? കഴിഞ്ഞ രണ്ട് ടൈം കഴിഞ്ഞ 10 വർഷമായി അലൈമൺ ഗ്രാമപഞ്ചായത്ത് LDF-ന്റെ ഒരു സിറ്റിംഗ് പഞ്ചായത്ത് തന്നെയായിരുന്നു. അതിനു മുമ്പ് ഇത് UDF-ന്റെ പക്കലായിരുന്നു. ഇക്കുറി പക്ഷേ ഈ 16 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 LDF, 3 BJP, ബാക്കി 10 സീറ്റ് മൃഗീയമായ ഭൂരിപക്ഷം UDF-ന് കിട്ടി. പക്ഷേ അവർക്ക് ഈ പട്ടികജാതി സംവരണ വാർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ അവർക്കായില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പട്ടികജാതി സംവരണമാണ്, അത് ആ സമയം LDF-നെ ഉള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആനന്ദ്. ഈ ആനന്ദ് ചെന്നൈയിൽ എയർപോർട്ടിൽ ലോജിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഈ പനിയായിട്ട് വന്നതിന് ശേഷമാണ് ഇവിടെ സജീവമായി നിന്നത്. ആ സമയത്താണ് ഈ മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ചതും. അതനുസരിച്ച് മത്സരിച്ചു. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കിട്ടി. ഈ വാർഡ് സ്ഥിരമായി LDF ജയിക്കുന്ന വാർഡ് കൂടിയാണ്. അമ്മ അമ്പിളി തൊട്ടപ്പുറത്തെ വാർഡിൽ മുമ്പ് മെമ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് 2ാമത്തെ മെമ്പർ ഇപ്പോൾ പാർട്ടി ഇവിടുന്ന് കൊണ്ടുവന്നു ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ആനന്ദേ, ഇതൊരു ചലഞ്ചിങ് ആണ്. ഈ 10 UDF-ന്റെ ഈ വാർഡ് മെമ്പർമാരും BJP-യുടെ 3 മെമ്പർമാരും ഒക്കെ ഇനി അവർ പ്രതിപക്ഷം പോലെ ഇരുന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇനി ആക്രമിക്കും. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? മെമ്പർമാരെയല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് ജനസേവനമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 10 പേര് എതിർത്ത് നിന്നാലും ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ അത് ചെയ്ത് ജനങ്ങൾ സേവനം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം. ഒരു പ്ലാനൊക്കെ ഉണ്ടോ? ഈ പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തോ? എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ജനങ്ങളുണ്ട്, കർഷക തൊഴിലാളികൾ, അതേക്കുറിച്ചൊക്കെ പഠിച്ചോ? എനിക്കറിയാവുന്നതാണ്. ഞാൻ DYFIയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ എനിക്ക് നല്ലപോലെ അറിയാം. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഇതിനു മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ അറിയാം, അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യം നല്ലപോലെ എനിക്കറിയാം. അമ്മ അമ്പിളി നേരത്തെ വാർഡ് മെമ്പറായിരുന്നു. മോന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തോ? ഞാൻ 4ാം വാർഡിൽ മെമ്പറായി പ്രവർത്തിച്ചിരുന്നതാണ്. പാർട്ടിയാണ് എനിക്കൊരു സീറ്റ് തന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ഒരാളെയും കൂടെ പാർട്ടി പിന്താങ്ങി കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. അപ്പം പാർട്ടി പറയുന്ന കാര്യങ്ങൾക്ക് അതീതമായി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാറില്ല. അപ്പോൾ പാർട്ടി എനിക്ക് തന്ന അതേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ മകളിലും പകർന്നു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ നേതാക്കന്മാരും പാർട്ടിയും അവനെ മുന്നോട്ട് മെമ്പർ എന്ന നിലയിൽ പുതിയ ഈ പ്രസിഡന്റിനോർക്ക് ഉപദേശം കൊടുത്തോ? എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും നാളത്തെ ഒരു അനുഭവ സമ്പത്തുണ്ടല്ലോ. ജനങ്ങളെ അറിഞ്ഞ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ജനങ്ങളുടെ മനസ്സിൽ ഇറങ്ങി നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയും പഞ്ചായത്തിൻ്റെ നല്ല വികസനത്തിന് വേണ്ടിയും മുന്നോട്ട് പോകാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഞ്ചൽ ഏരിയ സെക്രട്ടറി വിശ്വസേൻ, അതായത് ഈ ഒരു പുതിയൊരു അനുഭവം കൂടിയാണ്. പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യമാണ് അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? നല്ല ആത്മധൈര്യത്തോട് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആനന്ദ് നിറവേറ്റും. കാരണം ആനന്ദ് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ ഉള്ള കുടുംബത്തിൽ സുരേന്ദ്രൻ്റെയും മുൻ മെമ്പറായ അമ്പിളിയുടെയും മകനാണ്. തൊഴിലാളി കുടുംബമാണ്. ഇന്നും ഇപ്പം സുരേന്ദ്രൻ നമ്മളോടൊപ്പം ഇല്ലാത്തത് രാവിലെ കർഷക തൊഴിലാളി ആ കർഷക തൊഴിലാളി എന്നുള്ള നിലയിൽ ആ ജോലിക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്തത്. അപ്പോൾ ഈ പ്രദേശത്തെ ഗ്രാമീണ മേഖലയിലെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും SC ST വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത്.
കഴിഞ്ഞ 10 വർഷം കൊണ്ട് നൂതനമായ പദ്ധതികളാണ് LDF അലൈമൺ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. അമ്പിളിയുടെയും പ്രമോദിൻ്റെയൊക്കെ നേതൃത്വം, അസീനയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് സമിതി നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ തന്നെ നല്ല ആത്മധൈര്യത്തോടു കൂടി തന്നെ ഇതിനെയെല്ലാം തരണം ചെയ്യാൻ കഴിയും. ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. മനു, ഇതാണ് നമ്മുടെ ഈ ആനന്ദിൻ്റെ വീട്. ഈ വീട് ഇതാണ് വീട്. ഈ വീട്ടിലെ ഈ കർഷക കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദും ഈ പറഞ്ഞ അച്ഛൻ സുരേന്ദ്രൻ, അതുപോലെ അമ്പിളി, ഇനി ആനന്ദിൻ്റെ സഹോദരൻ അരവിന്ദൻ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് 2 മെമ്പർമാരെ LDF മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ ഇപ്പോൾ ഈ വീണ്ടും ആ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നതിലേക്ക്, ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടിയുള്ള ഒരു ഈ കർമ്മമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ ഒരുപാട് സന്തോഷം. രാവിലെ ആനന്ദിനെയും കുടുംബത്തെയും പരിചയപ്പെടാൻ പറ്റിയതിൽ രാജ്കുമാർ, താങ്ക് യു. രാവിലെ നമ്മളോട് അവരെക്കുറിച്ച് സംസാരിച്ച് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നതിന്. നോക്കൂ, എത്ര സാധാരണക്കാരായ മനുഷ്യനാണല്ലേ. ഇതാ ഒരു പഞ്ചായത്തിൻ്റെ ഭരണ സാരഥ്യത്തിലേക്ക് വരികയാണ് ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഏതായാലും ഒരുപാട് മികവോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.